കർത്താവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കോട്ടയം സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ പഠന പരമ്പരയിൽ സംബന്ധിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഒരവസരം കർത്താവ് എനിക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയതുപോലെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയെ ഇസ്രയേൽ ജനത്തെ യോർദാൻ അക്കരെ എത്തിക്കുവാനായിട്ട് നിയോഗിക്കുകയാണ്. നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ച് ഒരു വലിയ ജനതതിയെ കനാനിൽ എത്തിക്കുക എന്നുള്ള മഹത്തരമായ ഒരു ദൗത്യമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം മരണത്തിലൂടെ മാറ്റപ്പെട്ടു. അതിനുശേഷം മോശയുടെ ശുശ്രൂഷകനായിരുന്ന ദീർഘ വർഷങ്ങൾ മോശയ്ക്കൊപ്പം നടന്ന് ഈ ആത്മീക പ്രവർത്തനത്തിൻ്റെ എല്ലാ വസ്തുതകളും മനസ്സിലാക്കിയ, ദൈവിക പ്രവർത്തനങ്ങളുടെ എല്ലാ വസ്തുതകളും മനസ്സിലാക്കിയ ഒരു ദൈവദാസനാണ് യോശുവ. അദ്ദേഹത്തെ ദൈവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുമ്പോൾ പറയുന്ന വാക്ക് 3-ാം വാക്യം 2-ാം വാക്യത്തിൻ്റെ ഒടുവിൽ വായിക്കുമ്പോൾ, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായി ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. മാത്രമല്ല, അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ഒടുവിൽ വായിക്കുന്നത്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. താൻ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം പരിപൂർണമായി നിവർത്തിച്ച് കൃതാർത്ഥനായി ദൈവസന്നിധിയിൽ സംതൃപ്തിയോടെ ആ ശുശ്രൂഷ നിവർത്തിക്കാൻ യോശുവയ്ക്ക് കഴിയുമെന്നുള്ള ഒരു വലിയ ആഹ്വാനം കൊടുത്തുകൊണ്ടാണ് ദൈവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് യോശുവയെ നിയോഗിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യെരിഹോ പട്ടണം, യോർദാൻ കടന്നാൽ ആദ്യം ഇസ്രായേൽ മക്കൾക്ക് നേരിടേണ്ട യെരിഹോ പട്ടണമാണ്. ആ യെരിഹോ പട്ടണത്തെ ഉറ്റുനോക്കാൻ 2 പേരെ അയച്ചു. അവർ രാഘാബ് എന്ന വേശ്യയുടെ ഭവനത്തിൽ ചെന്ന ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ അവരെ സംരക്ഷിച്ച് ഇരിക്കുമ്പോൾ രാഘാബ് അവരോട് പറയുന്നൊരു വാക്കുണ്ട്: യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് യോശുവയുടെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഈ രാഘാവ് പറഞ്ഞ അതേ വാക്ക് തന്നെ ഈ ഒറ്റുനോട്ടക്കാർ പറയുകയാണ്: യഹോവ ദേശമൊക്കെ നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്നു, നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. അങ്ങനെ ആ അനുഗ്രഹിക്കപ്പെട്ട ആ ഉറപ്പ്, ദൈവത്തിൻ്റെ ഉറപ്പ് മാത്രമല്ല മാനുഷികമായിട്ടുള്ള ഉറപ്പ്, ഇത് രണ്ടും ലഭിച്ചതിന് ശേഷമാണ് യോശുവ യോർദാൻ കടന്ന് കനാനിലേക്ക് തൻ്റെ ജനവുമായി പോകുവാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മൾ വായിക്കുന്ന അനന്തരം യോശുവ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം, അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചെന്നാൽ, നിങ്ങൾ ദൈവമായ യഹോവയുടെ നിയമപട്ടത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇവിടെ യോശുവ ഈ ജനവുമായി യോർദാൻ കടക്കുന്നതിന് മുമ്പ് അവരോട് പറയാണ്, ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തെങ്കിൽ മാത്രമേ, ദൈവം വലിയൊരു അതിശയം ചെയ്തെങ്കിൽ മാത്രമേ ഈ യോർദാൻ കടക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിൻ്റെ കാരണം 3-ാം അധ്യായത്തിൻ്റെ
15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. കൊയ്ത്തുകാലത്ത് യോർദാൻ്റെ കരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഒരു കാരണവശാലും ഈ യോർദാൻ കടക്കാൻ മാനുഷികമായ ഒരു ശക്തി കൊണ്ട് സാധിക്കത്തില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ യോർദാൻ കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരുപക്ഷെ നമുക്കൊരു സംശയം തോന്നാം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യോർദാൻ കടക്കുക എന്ന് പറയുന്നത് അതത്ര ഗൗരവമുള്ള വിഷയമാണോ? കാരണം മിസ്രയീമിൽ നിന്ന് അവർ മിസ്രയീമിലെ ബാധകളൊക്കെ ദൈവം അയച്ച ബാധകൾ കണ്ടതാണ്. മാത്രമല്ല ചെങ്കടലിലൂടെ അവർ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു വന്നവരാണ്. മാത്രമല്ല മരുഭൂമിയിൽ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളുടെ പ്രവർത്തനം കണ്ടവരാണ്. ആ ജനതയ്ക്ക് മുമ്പിൽ ഈ യോർദാൻ കടക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമാണോ? യോർദാൻ കടക്കാൻ ഇത്ര വലിയ ഒരുക്കത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യോർദാൻ കടക്കാൻ നിൽക്കുന്ന ജനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇതിനുമുമ്പ് കണ്ട 2 പേരേ ഉള്ളൂ. അത് യോശുവയും കാലേബും മാത്രമാണ്. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവരുടെ പിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ അവർ അക്ഷരത്തിലൂടെ മനസ്സിലാക്കിയ ഒരു അനുഭവം അവർക്കുള്ളൂ. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിച്ചതിൻ്റെ യാതൊരു രേഖയും അവർക്ക് മുമ്പിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനതയ്ക്ക് മുമ്പിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അത്ഭുതകരമായ ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ യോർദാൻ കടന്ന് കനാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളായിട്ടൊരു വ്യാഖ്യാനം കൊണ്ടുവരേണ്ട കാര്യമില്ല. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-4 അധ്യായം പഠിപ്പിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ ഈ കനാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ ഒരു സ്ഥലമാണ്. ദ സ്പിരിച്വൽ റെസ്റ്റ്, ആത്മീകമായ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ കനാൻ എന്ന് പറയുന്നത്. പല ആളുകളും ഈ കനാനെ സ്വർഗത്തോട് ഉപമിച്ച് പറയാറുണ്ട്. മിസ്രയീം ലോകമാണ്, ഫറവോൻ പിശാചാണ്, മോശ വീണ്ടെടുപ്പുകാരനാണ്, ചെങ്കടൽ സ്നാനമാണ്, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാറുണ്ട്. എല്ലാത്തിനും വേദാധാരമൊന്നുമില്ല. എന്നാൽ ഇവിടെ കനാനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് അത് സ്വർഗമാണ് എന്നാണ്. അതൊരിക്കലും ശരിയല്ല. കനാൻ എങ്ങനെയാണ് സ്വർഗമാകുന്നത്? അവിടെ യുദ്ധങ്ങളുണ്ടായിട്ടില്ലേ? അവിടെ അനാക്യ മല്ലന്മാരില്ലേ? അങ്ങനെയുള്ളിടത്ത് സ്വർഗവും നമുക്ക് സംബോധന ചെയ്യാനായിട്ട് പറ്റത്തില്ല. വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരിക്കലും ഒരു ആ വിഷയത്തോട് ചേരുന്ന യുക്തിപരമായും ചേരുന്ന കാര്യങ്ങൾ മാത്രമേ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കനാൻ എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രവേശനമാണ്. അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സ്വസ്ഥത, സ്പിരിച്വൽ റെസ്റ്റ്, ആത്മീകമായ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ കനാൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട അന്നേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് സാധിക്കാമായിരുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു, എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയെന്നാണ് വായിക്കുന്നത്. നമ്മളെ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മൾ ആത്മീക പക്വത പാലിക്കണം. ആ സ്പിരിച്വൽ റെസ്റ്റ് നമുക്കുണ്ടാകണം. ആത്മീകമായ ആ പക്വതയിലേക്ക് വരണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ മറുതലിച്ച്, ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തിനെതിരായി പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജനതയുടെ നടുവിൽ ജീവിതത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളുടെയും എല്ലാ പോരാട്ടങ്ങളുടെയും എല്ലാ കണ്ണുനീരിൻ്റെയും നടുവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യ നിർവഹണത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമായി നമ്മൾ തീരുവാനായിട്ട് ഇടയാകണം. നമ്മുടെ ജീവിതം കണ്ട് സന്തോഷത്തോടെ ഈ കർത്താവിനെ അനേകർ സ്വീകരിപ്പാൻ ഇടയാകണം. ഞാൻ ദിവസങ്ങളിൽ യഹോവയുടെ പെട്ടകവുമായി ദാവീദ് കിരിയത്ത് യെയാരീം നിവാസികളുടെ അടുക്കൽ നിന്ന് ആ പെട്ടകവുമായി യെരുശലേമിലേക്ക് വന്ന ആ യാത്രയെക്കുറിച്ചൊന്ന് പഠിക്കാനിടയായി. നമുക്കറിയാം, ഫെലിസ്ത്യരെ ശമൂവേലിൻ്റെ കാലത്ത് ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. ഫെലിസ്ത്യ ദേശത്തൊക്കെ ആ പെട്ടകം ചെന്നിടത്തൊക്കെ വലിയ പ്രതിസന്ധികളുണ്ടായി. അതിനുശേഷം അവർ ബെന്യാമീൻ ഗോത്രക്കാരായ കിരിയത്ത് യെയാരീം നിവാസികളിൽ പെട്ടകം കൊടുത്തു. അവരവരുടെ ഗ്രാമത്തിൽ വന്നിട്ട് അവിടെ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന, ഗ്രാമം മുതൽ കുന്നിലും താഴ്വാരമൊക്കെ ആയിട്ട് വലിയൊരു പറ്റം ജനങ്ങൾ ഈ കിരിയത്ത്
കിര്യാരി നിവാസികളുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ അബീനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഈ പെട്ടകം കൊണ്ട് എത്തിക്കുവാനായിട്ടിടയായി. ആ പെട്ടകം ആ കുന്നിൻ്റെ മുകളിൽ ആ വീട്ടിലെത്തിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ മകനായ എലയാസറിനെ ആ പെട്ടകം ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഏതാണ്ട് 40 സംവത്സരം അബീനാദാബിൻ്റെ വീട്ടിൽ ഈ പെട്ടകം ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ദാവീദ് ആ പെട്ടകം അവിടെ നിന്ന് ശൗലിൻ്റെ മരണശേഷം ദാവീദ് ആ പെട്ടകവുമായി യെരുശലേമിലേക്ക് വരുന്ന വഴിക്ക് ഓബേദേദോം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് ആ പെട്ടകവുമായി ഓബേദേദോമിൻ്റെ ഗ്രാമത്തിൽ കൂടെ കടന്നു പോകപ്പോഴാണ് ഈ കാള വിരണ്ട് അബീനാദാബിൻ്റെ മകനായി ഉസ്സ പെട്ടകത്തെ പിടിച്ച് അവൻ തൽക്ഷണം കൊല്ലപ്പെടുകയും അത് കണ്ട് വാസ്തവത്തിൽ ദാവീദ് ഭയപ്പെട്ടു. ഈ പെട്ടകവുമായി യെരുശലേമിലേക്ക് പോകാൻ അദ്ദേഹത്തിന് അതീവ ഭയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ പെട്ടകം അവിടെയുള്ള ഗിത്യനായ പെലിസ്ത്യനായ, നോക്കണം, പെലിസ്ത്യർ ഈ പെട്ടകവുമായി പോയി ചെന്നിടത്തൊക്കെ പ്രശ്നമുണ്ടായി. എന്നാൽ ഇവിടെ ഈ ഓബേദേദോമിൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ, ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഈ പെട്ടകം ദാവീദ് യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ ഓബേദേദോമിൻ്റെ വീട്ടിൽ ഈ പെട്ടകം വെച്ചു. നമ്മൾ വായിക്കുന്നത് 3 മാസം ആ പെട്ടകം 2 ശമൂവേൽ 7-ാം അധ്യായത്തിലാണ് 3 മാസം ആ പെട്ടകം ഓബേദേദോമിൻ്റെ ഭവനത്തിലിരുന്നു. നമ്മൾ വായിക്കുന്നത് യഹോവ ഓബേദേദോമിനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ഈ 3 മാസം ഈ പെട്ടകം ഈ വീട്ടിലിരുന്ന ഈ വീട് വളരെ ശ്രദ്ധയോടുകൂടെ ദാവീദ് വീക്ഷിച്ചു. യെരുശലേമിൽ ദൂരത്തിരുന്നു കൊണ്ട് അബീനാദാബിൻ്റെ വീട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളും വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിലിരുന്നപ്പോൾ അവനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ വായിക്കുന്നത് അവൻ ആ അബീനാദാബിൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ പെട്ടകം സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ്. നമ്മൾ ഈ ജീവിതയാത്രയിലെ ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മുഖാന്തരം, നമ്മുടെ സാക്ഷ്യം മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന മുഖാന്തരം അനേകർക്ക് സന്തോഷത്തോടുകൂടെ ഈ കർത്താവിനെ സ്വീകരിക്കാനായിട്ടിടയാകണം. നമ്മുടെ ദൈവം ദുഷ്ടനായ ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം കൊല്ലുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ വരുമ്പോൾ ലോകത്തിലുള്ള സകല ആളുകളും പറയുന്നത് ഇതെല്ലാം ദൈവം തമ്പുരാൻ വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് എല്ലാത്തിനും ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ യാക്കോബ് പറയുന്നത്, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നതല്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് വേദപുസ്തകം പഠിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. ഊസ് ദേശത്ത് യോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദൈവഭക്തനായി, നേരുള്ളവനായി, ദോഷം വിട്ടകന്നവനായി ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കഷ്ടതകളും ദുരിതങ്ങളും വേറൊരു കാലഘട്ടം, മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ലോകത്തിൽ അസമാധാനം മാത്രം കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം, മനുഷ്യൻ ദൈവാശ്രയമില്ലാതെ നഷ്ടപ്പെടുകയാണ്. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ പരാജയത്തിൻ്റെ പടികുഴിലേക്ക് പെടുന്ന നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീക സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, സ്പിരിച്വൽ റെസ്റ്റ് നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലൂടെ നടപ്പാക്കപ്പെടുന്നുവെങ്കിൽ നാം മുഖാന്തരം ഈ ലോകം ദൈവത്തെ അറിയുവാനിടയാകണം. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പദ്ധതി. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ നാം ചെയ്യണം? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു വിഷയം മാത്രം ഇന്ന് രാത്രി അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഒരുക്കമുള്ള ജീവിതമായിരിക്കണം. ദ ലൈഫ് ഓഫ് പ്രിപ്പറേഷൻ, ഒരു ഒരുക്കത്തിൻ്റെ ജീവിതമായിരിക്കണം. ഇവിടെ ഈ സംഭവങ്ങളെല്ലാം ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. യോശുവ യോർദാൻ കടക്കാൻ പോവുകയാണ്. യോർദാൻ കടക്കാനായിട്ട് ജനത്തെ സജ്ജമാക്കുകയാണ്. ആ സജ്ജമാക്കുന്നതിനുള്ള ബന്ധത്തെ നമ്മൾ കാണുന്നത് യോശുവ അതികാലത്ത് എഴുന്നേറ്റു. ഈ അതുകാലത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ പലരും ചെയ്യുന്ന കാര്യമാണ്. ചിലർ മരുന്ന് കഴിക്കാൻ എഴുന്നേക്കും, ചിലർ രാവിലെ ഓടാൻ വേണ്ടി എഴുന്നേക്കും, ചിലരൊക്കെ പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനൊക്കെ എഴുന്നേക്കും, ചിലർ പിന്നെ എഴുന്നേറ്റ് ഒന്നുകൂടെ കിടക്കാൻ വേണ്ടി പിന്നെ എഴുന്നേക്കും. അങ്ങനെ പലതരത്തിൽ നമ്മൾ അധികാലത്ത് എഴുന്നേക്കാറുണ്ട്. എന്തായാലും അധികാലത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ആരംഭം കുറിക്കുകയാണ്. എ ന്യൂ ലൈഫ്.
നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ആരംഭം. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി, ഒരു പുതിയ പ്രഭാതം നമുക്ക് ദൈവം തരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്, ഒരു പുതിയ ജീവിതം നമ്മൾ ആരംഭിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ആരംഭം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു. ദൈവവചനം നന്നായി പഠിച്ച ആളായിരുന്നു. എന്നാൽ ഒരു രാത്രിയിൽ, ജനത്തെ ഭയപ്പെട്ട രാത്രിയിലാണ് നിക്കോദേമസ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. നിക്കോദേമസിനെ നോക്കിയിട്ട് യേശു പറഞ്ഞത്, നിക്കോദേമസ്, നീ വളരെ കൊള്ളാവുന്ന മനുഷ്യനാണ്, നീ ഭക്തനായ മനുഷ്യനാണ്, നീ വേദപുസ്തകം നന്നായിട്ട് അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞത്, നിക്കോദേമോസേ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ, ദൈവത്തോടൊരുമിച്ച് ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം ഉണ്ടാകണം, ഒരു ന്യൂ ബർത്ത് ഉണ്ടാകണം. അദ്ദേഹത്തിന് എന്താ മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എനിക്ക് പിന്നെയും ജനിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഈ ഭൂമിയിൽ എത്ര പ്രാവശ്യം നീ ജനിച്ചാലും, എത്ര പ്രാവശ്യം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിച്ചെന്ന് പറഞ്ഞാലും, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദാമ്യ സന്തതികളായി പാപത്തിൻ്റെ ശിക്ഷയും പേറി പാപ സ്വഭാവമുള്ളവരായി പാപപ്രകൃതിയുള്ളവരായി ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും. ആ മനുഷ്യർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തോട് അവർക്ക് അടുക്കാൻ സാധ്യമല്ല. ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കണം. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. നീ ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും വീണ്ടും ജനിക്കണം. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. പൗലോസ് പറയാ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ നിക്കോദേമോസ് ആ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി. അവൻ വചനത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു പുതു സൃഷ്ടിയായി മാറി. അവൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദേമോസും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അകിലും മൂറും കൊണ്ടുള്ള കൂട്ടുണ്ടാക്കിയ ഒരു ധനാഢ്യനായ മനുഷ്യനായി നമുക്കവിടെ കാണാൻ സാധിക്കും. നിക്കോദേമോസിനെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു. രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് അവൻ മാറിയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളിൽ അവനെ ഉപയോഗിച്ചു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവൻ്റെ മരണം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ആ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ്റെ മരണത്തിൽ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. യേശയ്യാപ്രവചനം 53-ാം അധ്യായം. എന്നിട്ട് അവിടെ വായിക്കുന്നത്, എന്നാൽ അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു സാധാരണ കുറ്റവാളികളെ പോലെയാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ്റെ കരങ്ങളിലും കാലുകളും ആണിയടിച്ചാണ് ക്രൂശിക്കപ്പെട്ടത്. ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ്റെ പേരിൽ എഴുതപ്പെട്ട നിയമം എന്ന് പറയുന്നത്, മരിച്ചു കഴിയുമ്പോൾ ഇവനെ എടുത്ത് ഗൾക്കുഴിയിൽ തള്ളണമെന്നുള്ള കുറിപ്പാണ് പീലാത്തോസ് എഴുതി കൊടുത്തത്. എന്നാൽ വചനത്തിൽ ഒരു പ്രവചനമുണ്ടായിരുന്നു, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരിക്കും. അരിമത്തിലെ യോസഫ് എന്ന മന്ത്രി പീലാത്തോസിൻ്റെ അടുക്കൽ പോയി യേശുക്രിസ്തുവിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തി അടക്കുവാൻ തക്കവണ്ണം അദ്ദേഹം അനുവാദം വാദിച്ചു. മാത്രമല്ല, രാജാക്കന്മാരെയും വലിയ ഉന്നതന്മാരായ ആളുകൾ അടക്കുന്ന പോലെ അകിലും മൂറും കൊണ്ടുള്ള കൂട്ടുണ്ടാക്കി അവനെ അടക്കാൻ ഒക്കെ നിക്കോദേമസിനെ കർത്താവ് ഉപയോഗിച്ചു. ഈ രണ്ടു വ്യക്തികൾ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു എന്ന് പറയുമ്പോൾ, ഈ രണ്ടു വ്യക്തികളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാരം ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുക്കാതെ, അവൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകാതെ അവനെ സംരക്ഷിക്കുവാൻ ദൈവമെടുത്ത ആ അത്ഭുതകരമായ പ്രവർത്തനത്തിന് ഈ നിക്കോദേമോസ് ഒരു ഉപകരണമായി മാറി. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ആവശ്യമാണ്. നിങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 47 വരെയുള്ള വാക്യം വായിച്ചാൽ, കർത്താവിൻ്റെ സഭ രൂപം കൊണ്ട സമയത്ത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 7 പടികളെക്കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരുപക്ഷെ വേദപുസ്തകം അറിയാവുന്ന എല്ലാ ആളുകൾക്കും അത് പരിചയമുള്ള വിഷയമാണ്. ഞാൻ പരിചയമില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ആ കാര്യമൊന്ന് പറയുക. നമുക്കറിയാം, കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസിനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ആ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലായ സുവിശേഷം, ആ സുവിശേഷം പത്രോസ് ആദ്യമായി പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുകയാണ്.
സുവിശേഷം പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേറെ ഒരു പഠനശാഖയിലും പോകേണ്ട കാര്യമില്ല. പത്രോസിൻ്റെ പ്രസംഗം പഠിച്ചാൽ മതി. പത്രോസിൻ്റെ പ്രസംഗം പഠിച്ചാൽ എന്താണ് സുവിശേഷ പ്രസംഗമെന്നും എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടതെന്നും വ്യക്തമായി പറയുകയാണ്. അങ്ങനെ പത്രോസിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒടുവിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി വരുന്ന ആളുകൾ യഹൂദന്മാരാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 16 രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ അന്ന് യെരൂശലേമിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടി വന്നപ്പോൾ അവിടെ ഈ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവവചനം ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കണം. ആത്മനിറവിൽ വേണം പ്രസംഗിക്കാൻ. നമ്മുടെ പ്രവൃത്തികളുടെ പുസ്തകം 1:8 നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തെല്ലായിടത്തും എൻ്റെ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രസംഗിക്കുന്ന വചനം ആളുകൾ ഉൾക്കൊള്ളണമെങ്കിൽ അവിടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. കർത്താവ് പറഞ്ഞു, അവൻ വന്ന് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നാളിൽ ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരങ്ങോട്ട് ചോദിക്കുക. പത്രോസ് പറഞ്ഞു, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾ കഴിക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? യഹൂദൻ മതത്തിൽപ്പെട്ട ആളുകളോട് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നത്? നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മദ്യപാനം നിർത്തുക, പുകവലി നിർത്താൻ പറ്റും, പാപത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവിടെ യഹൂദ മതത്തിൽപ്പെട്ട ആളുകളോട് ഈ പ്രസംഗം നടത്തുമ്പോൾ ഇവിടെ പത്രോസ് ആവശ്യപ്പെടുന്ന മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പാപപരിഹാരത്തിന് വേണ്ടി ആടുകെട്ടന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് ചൊരിഞ്ഞ് പാപമോചനം നേടാമെന്ന് വിചാരിച്ച് നടന്ന ഒരു പറ്റം ആളുകൾ, ന്യായപ്രമാണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് പാപമോചനം നേടാമെന്ന് വിചാരിച്ച ഒരു പറ്റം ആളുകൾ, മതത്തിൻ്റെ കർമാചാരങ്ങൾ കൊണ്ട് പാപമോചനം നേടാമെന്ന് വിചാരിച്ച ഒരു പറ്റം ആളുകൾ, അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്താ? നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർമാചാര ജടിലമല്ലാത്ത ഒരു വഴി ദൈവം തുറന്നിരിക്കുന്നു. എബ്രായ ലേഖനകാരൻ അത് പറയുന്നത്, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയുടെയും ആവശ്യമില്ല, ഒരു കുഞ്ഞാടിൻ്റെയും കടുത്തിറക്കണ്ട, ഒരു കാളക്കിടാവിൻ്റെയും കടുത്തിറക്കണ്ട. ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞു. ആ കുഞ്ഞാട് മരിച്ചവൻ മാത്രമല്ല, അവൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അതുകൊണ്ട് ഇനി പെന്തക്കോസ് പെരുന്നാളിനോ കൂടാര പെരുന്നാളിനോ മറ്റ് പെരുന്നാളുകൾക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പെരുന്നാളായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. അതിന് നിങ്ങൾ മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവരോട് പറയുക, നിങ്ങൾ സ്നാനപ്പെടണം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്നൊരു വാക്യമാണ്. ഈ വാക്യം വെച്ചുകൊണ്ടാണ് പാപമോചനത്തിന് മാമോദീസ എന്നുള്ളൊരു കാര്യം ചില സഭകൾ പഠിപ്പിക്കുന്നത്. അവിടെ പത്രോസ് അവിടെ പറയുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, സ്നാനമെന്ന് പറയുന്ന ഒരിക്കലും പാപമോചനത്തിന് വേണ്ടിയിട്ടല്ല. കർത്താവ് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ അതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അവിടെ വായിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം രക്ഷ എന്ന് പറയുന്നത് ഈ മാനസാന്തരപ്പെട്ട് ഈ രക്ഷയുടെ വചനം മനസ്സിലാക്കി യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് യേശുവിൻ്റെ കർത്തൃത്വം ജീവിതത്തിൽ ഏറ്റെടുത്ത് ഒരു പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കാൻ ഒരാളെടുക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട്
ആ വ്യക്തി സ്നാനപ്പെട്ടേ മതിയാവുള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട അന്നേരം തന്നെ സ്നാനപ്പെടുമായിരുന്നു. രക്ഷിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 120 പേരുള്ള ഈ സംഘത്തോട് 3000-ഓളം പേരാണ് സ്നാനപ്പെട്ട് ചേർന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ. അപ്പം രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരിക. ഇതെല്ലാം ഒരേ നിമിഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്നാനപ്പെടേണ്ടത്. ദീർഘനാളുകളൊക്കെ കഴിച്ച് സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ സ്നാനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 39-ാം വാക്യത്തിൽ വായിക്കുന്നു, സേവ് യുവർ ലൈഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. എന്താണ് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം? നിങ്ങൾ ലോത്തിൻ്റെ ജീവിതം പഠിച്ചാൽ, നമ്മൾ ലോത്തിൻ്റെ ഭാര്യ ഓർക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ലോത്തിനെ കുറിച്ചൊരു പഠനം നടത്താനിടയായി. അപ്പം ഞാനൊരു പ്രസംഗം ഉണ്ടാക്കി, ലോത്തിനെ ഓർക്കുക. ലോത്തിനെ ഓർക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ ആ ലോത്തിനെ കുറിച്ച് ദീർഘമായി പ്രസംഗിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞത് ലോത്തിനെ സംബന്ധിച്ച് ലോത്ത് വക്രതയും കോട്ടമുള്ള ഒരു ജനറേഷൻ്റെ നടുവിലാണ് ജീവിച്ചത്. എല്ലാത്തരം അധർമ്മങ്ങളും പാപങ്ങളും ചെയ്ത് ജീവിച്ച ഒരു ജനറേഷൻ. ദൈവം ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും അയച്ച് നശിപ്പിക്കാൻ വേണ്ടി ഇരുന്ന ഒരു ജനറേഷൻ. ആ ജനറേഷൻ നടുവിൽ നിന്ന് ലോത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചിട്ട് ആ കർത്താവായ യേശു ക്രിസ്തുവും ദൂതന്മാരും അവിടെ വന്ന് ലോത്തിനെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയ ഒരാൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്, ലോത്തിൻ്റെ ഭാര്യ. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തോടുകൂടെ ന്യായം വിധിക്കപ്പെടാതിരിക്കാൻ, ലോകത്തോടുകൂടെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ, ലോകത്തോടുകൂടെ അതിഭയങ്കരമായ ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വാക്കിനോട് ചേർത്ത് ഞാൻ ഒരു വാക്ക് പറയട്ടെ. നാം ദൈവമക്കൾ എന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വക്രതയും കോട്ടവും അധർമ്മവും അനീതിയും ഒക്കെ നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നതിനാണെന്നറിയാവോ? നമ്മൾ അനിന്യരും പരമാർത്ഥികളുമായി ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും, നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞാലും, പുതിയ സൃഷ്ടികളാണെന്ന് പറഞ്ഞാലും, നമ്മളിൽ ഇപ്പോഴും ഒരു പഴയ മനുഷ്യനുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളയണം. ഈ ലോകത്തെ വക്രതയും കോട്ടമുള്ള ഈ തലമുറ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പാപമംഗലമായ അവസ്ഥകൾ നമ്മിലേക്ക് വരാതെ നമ്മുടെ ജഡത്തിൽ നിന്ന്, ആ ജഡ സ്വഭാവത്തിൽ നിന്ന് ചിലതൊക്കെ നീക്കിക്കളഞ്ഞ് ആ വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ നമുക്കിടയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മളെ വിശുദ്ധന്മാരെന്നാണ് വേദപുസ്തകം സംബോധന ചെയ്യുന്നത്. കൊരിന്ത്യരെ പോലും വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. നമ്മളും വിശുദ്ധന്മാരാണ്. നമ്മൾ സ്വർഗത്തിൽ പോകും, യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പടി. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ 42-ാം വാക്യം വായിക്കുമ്പോൾ, ദേ ഡിവോട്ടഡ് ദംസെൽവ്സ് ടു ദി അപ്പോസ്റ്റൽ ടീച്ചിങ്. അവർ ദൈവവചന പഠനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് വളരെ ലഘുവായ ഒരു വാക്കാണ് പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവവചന പഠനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. കേൾക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് ലളിതമായിട്ടിരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം കേൾക്കുമ്പോൾ നമുക്ക് കേട്ടാൽ മതി, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച കാര്യമാണ്. പഠിച്ചേ പറ്റുള്ളൂ. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ദൈവവചന പഠനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചു. ഈ നാളുകളിൽ ദൈവവചനം ശക്തിയോടെ
ആസക്തിയോടെ പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. ദൈവവചനത്തോടുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ദൈവവചനം പഠിക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞായറാഴ്ച സഭയിൽ വന്ന് ഏതാനും ചില നിമിഷങ്ങൾ സഭയിലിരുന്ന് 10-30 മിനിറ്റ് ഒരു പ്രസംഗം കേട്ട് പോകുന്നതിലൂടെ സംതൃപ്തി അടയുന്നവരായി ഭൂരിപക്ഷം ക്രിസ്തീയ വിശ്വാസികളും മാറുകയാണ്. അതുപോലും കേൾക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല. ഈ അടുത്ത കാലത്ത് മറ്റൊരു സഭയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു പുതിയ അച്ഛൻ വന്നു, അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞാൻ ചോദിച്ചാൽ എന്താ? അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം തീർക്കും. അപ്പോൾ ഇതിനു മുമ്പിരുന്ന അച്ഛൻ കുർബാന കഴിഞ്ഞ് പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂർ പ്രസംഗിക്കായിരുന്നു. പുതിയ അച്ഛൻ വന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം തീർക്കുക. അപ്പോൾ അവന് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. വചന ശുശ്രൂഷ പോലും ഇന്നില്ലാതെ പെട്ടെന്ന് യോഗങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോകത്തക്കവണ്ണം നമ്മളെല്ലാം വളരെ തിടുക്കമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടപ്പെടുക. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ ദൈവവചനം കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചു. അത് ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വചനത്തോട് താല്പര്യമില്ലാത്തത്? അതുകൊണ്ട് അവർ ചെയ്ത 3-ാമത്തെ കാര്യം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദ ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചനം പഠനത്തിനായി അവർ ഒരുമിച്ച് കൂടി. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂട്ടായ്മ ആചരിച്ചു. നമ്മൾ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ സഭയിൽ പല കൂട്ടായ്മ യോഗങ്ങളുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, ഇങ്ങനെ പല കൂട്ടായ്മകളുണ്ട്. ഞാൻ ആ കൂട്ടായ്മകളെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവമക്കൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി, ഒരു ആത്മബന്ധമുണ്ടാകണം. പരസ്പരമുള്ള ആത്മബന്ധം. എന്താ കാരണം? ആ ആത്മബന്ധത്തിൽ മാത്രമേ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരാളോട് ആത്മബന്ധമുണ്ടെങ്കിൽ, ആ വ്യക്തിയുമായി നമുക്ക് ഏറ്റവും അടുപ്പമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഓർക്കായിരുന്നു, കഴിഞ്ഞ 2018 മുതൽ ഞാൻ ഒറീസയിൽ പ്രവർത്തിക്കുന്നു. ദൈവകൃപയാൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഇവിടെ ക്രിസ്തീയ പ്രവർത്തനത്തിന് എതിർക്കുന്ന ചില ആളുകൾ പോലും ഞങ്ങൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞാനതിൽ അഹങ്കാരം പറയുകയല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അനേക ദൈവമക്കൾ കണ്ണുനീരോടുകൂടെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു അച്ചായൻ വന്നേച്ച് പറഞ്ഞ, ബ്രദറെ, 3 നേരം ഞാൻ നിങ്ങളുടെ ഒറീസയിലെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അത് അത്ര വലിയ പ്രസക്തമാണോ എന്ന് നമുക്ക് തോന്നാം. വളരെ തിരക്കുള്ള സമയമാണ്. നമുക്ക് വിശ്വാസികളെ ഒന്ന് കാണാൻ പോലും നിർവാഹമില്ല, ഒന്ന് ഫോൺ വിളിക്കാൻ നേരമില്ല. നമ്മളെല്ലാം വലിയ തിരക്കാണ്, എല്ലാത്തിൻ്റെയും തിരക്കിൻ്റെ നടുവിലാണ്. ചില ഗതികേടുകളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നത് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്താണ് പ്രാർത്ഥനയുടെ ആവശ്യം? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, ഇയ്യോബിൻ്റെ വീടിന് ചുറ്റും ദൈവഭക്തനായിട്ടുള്ള ദോഷം വിട്ടകലെന്ന് ജീവിച്ച നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദൈവഭക്തനായ, ദോഷം വിട്ടകലെന്ന് ജീവിച്ച ഇയ്യോബിൻ്റെ വീട്ടിനകത്ത് പിശാചി കയറാൻ ശ്രമിച്ചത് അവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല, അവനെ നന്നാക്കാൻ വേണ്ടിയല്ല, അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ പറയുന്നൊരു വാക്കുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടി. നമ്മുടെ വീടിൻ്റെ ചുറ്റും പ്രാർത്ഥനയുടെ വേലി കെട്ടാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥനയുടെ വേലി കെട്ടാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥനയുടെ വേലി കെട്ടാൻ നമുക്ക് കഴിയണം. ഞാൻ പറയുന്നത്, നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറേ കൂടെ ശ്രദ്ധാലുക്കളായി മാറണമെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ബന്ധം നമുക്ക് ആവശ്യമാണ്. കൂട്ടായ്മ അതവർ ചെയ്ത 4-ാമത്തെ കാര്യമാണ്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കർത്താവിൻ്റെ മേശ ആചരിച്ചു. നമ്മൾ വായിക്കുന്നത് അപ്പം നുറുക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ വിശദമായ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ബൈബിൾ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, അതൊരു സെൽഫ് ഡിസിപ്ലിനും കൂടിയാണ്. നിങ്ങൾ 15-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു റീയൂണിയനിലേക്ക് നമ്മുടെ ജീവിതത്തെ അനുദിനം പുതുക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 5-ാമത്തെ പടിയാണ്. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഞാനത് ഇനി വിശദീകരിക്കുന്നില്ല. 7-ാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്നുള്ളതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ
43 മുതൽ 47 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഞാനൊരു വാക്കതിൽ ചേർത്ത് പറയാം. ഇന്ന് അപ്പോസ്തലന്മാർ ചെയ്യുന്നത് പോലുള്ള അടയാളങ്ങളും ചെയ്തതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്ന് നടക്കുന്നില്ലെന്നൊരു യാഥാർത്ഥ്യമാണ്. വ്യക്തിപരമായ ആരെങ്കിലും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവരായി ദൈവം ഈ കാലഘട്ടത്തിലാക്കിയിട്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് നമ്മൾ വായിക്കുന്നത് സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഭയിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയിൽ ചേർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 6 പ്രധാനപ്പെട്ട പടികൾ കടന്ന് 7ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുക. എന്താണ് ആ കൃപ എന്ന് പറയുന്നത്? ദൈവമക്കൾ കൂട്ടായി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. ഇവിടെ വായിക്കുന്ന എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവസഭ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തില്ലേ? നടക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നരകത്തിലോട്ട് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനം കൂട്ടായി നിൽക്കുമെങ്കിൽ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്നും അത്ഭുതങ്ങൾ നടക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതാണ് ദൈവജനം കൂട്ടായി ലഭിക്കുന്ന ഒന്നാമത്തെ ആ ദൈവജനത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ മാത്രമല്ല, സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുവാൻ ദൈവസഭയിലേക്ക് വന്നവർക്ക് സാധിക്കും. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് 45-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്നുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതും പോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. പങ്കിടുന്ന ദൈവകൃപ. 1, പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവകൃപ. 2, പങ്കിടലിൻ്റെ ദൈവകൃപ. ഈ പങ്കിടൽ ഇവർ നടത്തിയത് അവരുടെ ജന്മഭൂമികളും വസ്തുക്കളും ഒക്കെ വിറ്റ് ഇല്ലാത്തവർക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത് അവർ ചെയ്ത അതിശയോക്തി, അത് അസാധാരണമായൊരു സംഭവമാണ്. എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അനാവശ്യമായി കളയുന്ന കാര്യം, ഞാൻ ഒരു കാര്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, അനാവശ്യമായി കളയുന്ന പണം, നമ്മളൊക്കെ അനാവശ്യമായി ചെലവഴിക്കുന്ന പണത്തിൻ്റെ ദശാംശം കൊടുത്താൽ എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കും. എത്രയോ പേര് പട്ടിണിയില്ലാതെ ജീവിക്കാനിടയാം. എത്രയോ ദൈവദാസന്മാരുടെ കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും വക കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ഈ കേരളത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ശൂഷൻ രാജധാനി കഴിയുന്നവരാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും അധികം നന്മ അനുഭവിക്കുന്നവർ മലയാളികളാണെന്ന് ഞാൻ പറയും. ഇത്രയും നന്മ, ആത്മീയമായും ഭൗതികമായും ഇത്രയും നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്കായി പങ്കുവെക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാകണം. അതിനാണ് സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുക എന്ന് പറഞ്ഞു. 3ാമത് നമ്മൾ വായിക്കുന്നത്, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഹൃദയാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇതാണ് സകലജനത്തിൻ്റെയും കൃപ അനുഭവിക്കുന്ന 3ാമത്തെ കാരണം. 1, ഒരുമിച്ച് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ നടക്കുക. 2, നമുക്കുള്ളത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാകുക. 3, ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്ന് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരീസഹോദരന്മാരെ, യോശുവ അധികാലത്ത് എഴുന്നേറ്റു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൈവം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഒരുക്കമുള്ളൊരു ജീവിതമായിരിക്കണം. ദ ലൈഫ് ഓഫ് പ്രിപ്പറേഷൻ. അതിൻ്റെ 1ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ നല്ല തുടക്കം ഉണ്ടാകുവാൻ, ഇന്ന് വരെയും ഈ പുതിയ തുടക്കം ആരും ജീവിതത്തിൽ ആരംഭിച്ചിട്ടില്ലെങ്കിൽ, ഈ കർത്താവിനെ കണ്ടുമുട്ടാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിച്ച് ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്ന് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് ദൈവം ന്യായം വിധിക്കാൻ പോകുന്ന, ദൈവം അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്ന, ഈ മഹാദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവം നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, കഠിനമായ ചൂടിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ ഈ ഭൂമി 7 വർഷക്കാലം മഹാപീഡന കാലത്തിലേക്ക് പോകാൻ പോവുക. ആ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്ന് സൂര്യൻ്റെ ചൂട് കൊണ്ട് മനുഷ്യ
മനുഷ്യ ശരീരം വെന്തു പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ ലോകം നമുക്കിനി വാസയോഗ്യമല്ല, ഈ ഭൂമി നമുക്കിനി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല. അതുകൊണ്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ ലോത്തിനോട് പറഞ്ഞതുപോലെ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടി അനുഗ്രഹിക്കപ്പെട്ട ജീവിത ബന്ധാവിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരുക്കത്തിൻ്റെ 2 പ്രത്യേക കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.